ഈ ചാലക്കുടി പുഴയുടെ എല്ലാ സൗന്ദര്യവും ആവഹിച്ചുകൊണ്ട് അതിൻ്റെ ആ ശബ്ദങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഈ റിസോർട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്? നമുക്ക് ഏറ്റവും അധികം പ്രധാനമായിട്ട് നമുക്ക് പുഴയുടെ ശബ്ദം നമുക്കിവിടെ വലിയൊരു അനുഭൂതി ഉണ്ടാക്കുന്ന സംഭവം. പിന്നെ ഈ ചുറ്റും കാണുന്ന പച്ചക്കറി തോട്ടങ്ങളും നമ്മുടെ പാരമ്പര്യ വൃക്ഷങ്ങളും ചെടികളും പിന്നെ സീസണൽ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. കാര്യം നമുക്ക് ഈ പറഞ്ഞ മാതിരി പല സീസണുകളിലും പല സാധനങ്ങളാണ്. ഇപ്പോൾ പ്ലാവ് തന്നെ 80 വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ഓരോ വർഷവും നിൽക്കാതെ കായ്ക്കുന്ന മരങ്ങളുണ്ട് പ്ലാവ് തന്നെ. എത്ര പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും? ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? അത്ര നമുക്ക് ശരിക്കും 20 റൂമാണുള്ളത്. 16 ഡബിൾ റൂംസും 4 കോട്ടേജുകളും എല്ലാം AC ആണ്. ടോട്ടൽ ഏകദേശം 40-50 ആളുടെ അടുത്ത് ഒരു ടൈം ഫില്ല് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ സൗകര്യങ്ങളും 25 ഏക്കറോളം സ്ഥലമുണ്ട്. നമുക്കൊരു ഡാൻസ് ഓഡിറ്റോറിയം ഉണ്ട്, മ്യൂസിക് ആൻഡ് ഡാൻസ് യോഗ ചെയ്യുന്ന ഓഡിറ്റോറിയം. പിന്നെ ഒരു ഇവൻറ്റ്സ് ഹാൾ ഉണ്ട്, നമുക്ക് കല്യാണങ്ങളുമാതിരിയുള്ള ഇവൻറ്റ്സ് ചെയ്യാൻ. അതൊക്കെയാണ് മെയിൻ. പാർട്ടികളൊക്കെ നടത്താൻ, വെറൈറ്റീസ് ഓഫ് പാർട്ടീസ്, കോൺഫറൻസ് എല്ലാം നടത്താൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ആയുർവേദം പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ പാരമ്പര്യ ചികിത്സ ആയുർവേദത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വെറും സുഖചികിത്സയ്ക്ക് വരുന്നവരല്ല, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് നമ്മൾ ചികിത്സ തന്നെ എല്ലാ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു എല്ലാം മറന്ന് ഒരു ആനന്ദം കിട്ടാൻ, ഹാപ്പിനെസ് കിട്ടാനുള്ള എല്ലാ പ്രകൃതിയുമായി ലയിച്ച് ചേർന്നുകൊണ്ടുള്ള കുറേ നിമിഷങ്ങൾ ജീവിതത്തിലെ എല്ലാ കാലത്തും ഓർക്കാവുന്ന നിമിഷങ്ങൾ നൽകാവുന്ന. അത് ഓൾസോ അത് ഏറ്റവും പ്രധാനം, ഇത് കാലാതീതമായി നിലനിൽക്കുന്ന ഒരു ഓർമ്മ നമുക്ക് മനസ്സിനും ശരീരത്തിനും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരു രസാഗുരുകുലിൻ്റെ ഒരു പീസായിട്ടാണ് അവർ പോകുന്നത്. മനസ്സിനുള്ളിൽ അത് സൂക്ഷിച്ചു വെക്കും കാലാകാലങ്ങളോളം. അവിടെ വന്ന ഒരു കുറച്ച് സമയമാണെങ്കിൽ അത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ നന്മകൾ അതുമാതിരി തന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും കൃത്രിമമായിട്ട് ചെയ്തിട്ടില്ല, എല്ലാം നാച്ചുറലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ആ ഫീലിംഗ് ഉണ്ടാവും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം നമ്മളായിട്ട് വ്യക്തികളായിട്ട് സംസാരിക്കുന്ന മാതിരി പ്രകൃതിയായിട്ടും നമ്മളുടെ മൃഗങ്ങളായിട്ടും പശുക്കളും കിളികളും ആന, അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഇടപഴകുമ്പോൾ അവർക്ക് ആ പൂർണ്ണ അനുഭവം ഉണ്ടാവും. പ്രകൃതി എന്ന് പറയുന്നത് വെറും ചെടികൾ മാത്രമല്ല, ജീവജാലങ്ങളെല്ലാം അവരെല്ലാം ചേർന്ന് അവരെല്ലാം കാണാനും പറ്റും, അവരുടെ സൗന്ദര്യമൊക്കെ നുകരാനും പറ്റും. അങ്ങനെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ കിട്ടുന്നത്. അതിലൊന്നു മാത്രമാണ് നമ്മളെന്നുള്ള സത്യം തിരിച്ചറിയുകയും ചെയ്യും. അതായത് ഈ ഭൂമിയിൽ ഉള്ള മറ്റു ജീവജാലങ്ങളെ പോലെ ഒരു ജീവജാലം മാത്രമാണ് നമ്മൾ. പക്ഷെ നമുക്ക് ചിന്തിക്കാനും അതിലപ്പുറത്തേക്ക് നമ്മൾ ഇത്ര ഹാപ്പിനെസ്സൊക്കെ സ്വയം നുകരാനും കഴിവുള്ളൊരു ജീവി എന്നുള്ള നിലയിൽ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്ന് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ നിന്ന് ധാരാളം ആളുകൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെയുള്ള അവരുടെ മാതാപിതാക്കൾ, വയസ്സായ മാതാപിതാക്കൾ ആരുമില്ലാതെ ഒറ്റപ്പെടുകയാണ്. ഏകദേശം 45 ലക്ഷം ആളുകളാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കൂട്ടായ്മ ജീവിതത്തിലെ അന്ത്യകാലങ്ങളിൽ സന്തോഷം നൽകിക്കൊണ്ട് കിട്ടണം, അങ്ങനെയൊരു എന്തെങ്കിലും സംരംഭം? അല്ല, ശരിക്കും അതിന്നൊരു ലോക പ്രതിഭാസമാണ്. ശരിക്കും ഞാൻ എൻ്റെ ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ചിന്തകളിലൊന്ന് ഈ വയസ്സായവർക്ക് അവർക്ക് അവസാന കാലങ്ങളിൽ അവരർഹിക്കുന്ന സുഖമുള്ള ഒരു ജീവിതം കൊടുക്കണം. കാരണം ഇപ്പോൾ താങ്കളെപ്പോലെ എന്നെപ്പോലെ നമുക്ക് ഉള്ള സമയത്ത് നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ലോകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവസാന കാലത്ത് നമ്മളെ കരിവേപ്പിലെടുത്ത് കളയണമാതിരി സമൂഹം എടുത്ത് കളയും, മക്കളും ഒക്കെ. അപ്പോൾ അത് അനുഭവിക്കുന്ന താങ്കൾ പറഞ്ഞ മാതിരി എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകം മുഴുവനുമുണ്ട്. UK ക്രിസ്മസ് കാലങ്ങളിൽ ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ഒരു കാര്യം അവർക്ക് സപ്പോർട്ട്,
രണ്ടാമത്തെ കാര്യം, എങ്ങനെ നമുക്ക് ഈ പ്രായത്തെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. പ്രായം എന്ന് പറയുന്നത് ഒരു വെറും നമ്പർ മാത്രമാണ്. നമുക്ക് ശരിക്കും പ്രായത്തിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരു നിത്യ യൗവനം മാതിരി ജീവിക്കാനുള്ള എൻ്റെ ഒരു പുറപ്പാട്. രണ്ടാമത്, ഇപ്പോൾ നിങ്ങളിവിടെ കിച്ചണിൽ ഒരു 85 വയസ്സായ ആൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം 20 വയസ്സായ കുട്ടികളെക്കാളും എനർജിയാണ് അദ്ദേഹത്തിന്. അപ്പം നമുക്ക് ശരിക്ക് അർഹിക്കുന്ന പ്രാധാന്യവും സാഹചര്യവും തന്നാൽ പ്രായത്തെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു സംവിധാനമാണ് എൽഡർലി ആൾക്കാരെ എങ്ങനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ലോകത്തിലെ പല രാജ്യങ്ങളും ഒരു ഫേമസ് ബുക്കുണ്ട്, ഗ്രോയിങ് ഓൾഡ് എന്ന് പറഞ്ഞിട്ട്, ലോകത്തിൻ്റെ കാര്യം. അപ്പോൾ ഇന്ന് പല വികസിത രാജ്യങ്ങളും ഈ 50% വയസ്സായ ആൾക്കാർ കാരണം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം അവർക്ക് ഈവൻ വികസിത രാജ്യങ്ങൾക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള രാജ്യത്ത് ഇത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമാവും. പക്ഷേ ഇപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എൽഡർലി ഹോംസ് വളരെ കച്ചവട കേന്ദ്രങ്ങളായി തുടങ്ങി. കാരണം ധാരാളം വന്നു കഴിഞ്ഞു കച്ചവടം. അവസാനം അവരെ പീഡിപ്പിച്ചിട്ട്. അതെ, ഇപ്പം ഇവിടെ കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട് അത്. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു. നമ്മളിപ്പോൾ ഈ ഇറ്റലിക്കാർ വിശ്വസിക്കുന്ന ഒരു സംഗതി മാതിരി നമ്മളെല്ലായിടത്തേക്കും ഒരു സ്ഥലത്തേക്കാണ് പോണേ, എന്നാൽ ഒന്നിച്ച് പോയിക്കൂടെ. ചിലപ്പോൾ നിങ്ങൾ മുമ്പേ പോകും, ചിലപ്പോൾ ഞാൻ മുമ്പേ പോകും. പക്ഷെ എന്നാലും നമുക്ക് ഒന്നിച്ച് പോകുന്നിടത്തോളം നടക്കാമല്ലോ. സമാന ചിന്താഗതിയുള്ള ആളുകൾക്ക് അവരുടെ മനസ്സ് തുറക്കാനും ആ അവസാന നിമിഷങ്ങളിൽ സന്തോഷത്തോടുകൂടി ജീവിതയാത്ര തുടരാനും. അതെ, അത് കാരണം എന്ന് വെച്ചാൽ അതിന് സാധിക്കും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പ്രകൃതിയുടെ കഥ പറയുമ്പോൾ മാവും പ്ലാവും ഒക്കെ നമുക്ക് മുമ്പിലൊക്കെ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് പ്ലാവിലെ ചക്കയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം വരുന്നില്ല, മാവിലെ മാങ്ങയ്ക്ക് മധുരം കുറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ എൻ്റെയും ഉള്ളിൽ കഴിവുകളൊന്നും തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ല. അത് അവസാന നിമിഷം വരെ തുറന്നുകൊണ്ടിരിക്കും. അത് ഉദ്ദീപിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു അവസ്ഥ, സാഹചര്യവും ഉണ്ടാവണം, സംവിധാനവും. അതും അങ്ങ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ, അത് വലിയൊരു സേവനമായിട്ടാണ് ഞാൻ കാണുന്നത് സൊസൈറ്റി. കാരണം അത് അതിനേക്കാളുപരി ഇത് നമുക്കൊക്കെ ആവശ്യമാണ്. അതെ, അത് ഈ സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങയിൽ കൂടെ അത് വരികയെന്ന് പറഞ്ഞാൽ, കാരണം അങ്ങ് അത് പഠിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്താണ്, അവർക്ക് വേണ്ട എന്താണ്, ഭക്ഷണം എന്താണ്, പ്രകൃതി എന്താണ്, അതെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു പ്രത്യേക മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു അവസ്ഥ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ മഹത്തായ കാര്യമായിട്ട്, ഏറ്റവും അധികം അഭിനന്ദനം നൽകുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും.